أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله. السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മളെല്ലാവരും പാലിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഹജ്ജ് ആണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 25 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇനി 26-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ്. അതിനുശേഷമുള്ള ചില ആയത്തുകളുമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَنْ لَا تُشْرِكْ بِي شَيْئًا وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَنْ لَا تُشْرِكْ بِي شَيْئًا أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ والقائمين والركع السجود. ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق.
ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات. ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات. ويذكر اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام. ويذكر اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام. فكلوا منها وأطعموا البائس الفقير. فكلوا منها وأطعموا البائس الفقير. وإذ بوأنا لإبراهيم باء سكونان باء حروف القلقلة صغريان إبراهيم نودرد إبراهيم باء سكونان. وإذ بوأنا രണ്ട് സ്ഥലത്തും ഹംസ എല്ലാ സ്ഥലങ്ങളിലും വെളിവാക്കി തന്നെ പറയണം. وإذ بوأنا لإبراهيم إبراهيم مكان البيت ألا تشرك بي أن لا അവിടെ നൂന് ഇഖ്ഫാ ചെയ്യാൻ വേണ്ടത് അവിടെ വെളിവാക്കാൻ പാടില്ല. അല്ല എന്നോതാൻ പാടില്ല, അൻ ല എന്നോതാൻ പാടില്ല, അല്ല നൂന് അവിടെ ഉച്ചരിക്കാൻ തന്നെ പാടില്ല, ഇഖ്ഫാ ചെയ്യണം, മണിക്കാനും പാടില്ല. അപ്പൊ മക്കാനൽ ബൈത്തി അല്ലാ തുശ്രിക് എന്നാണ് ഓതേണ്ടത്. അല്ലാ തുശ്രിക് ബി ശൈഅൻ വതഹിർ എന്നല്ല ഓതേണ്ടത്. റാഇന് തർക്കീഖ് ചെയ്യണം. തർക്കീഖ് എന്ന് പറയുന്നതിന് മുമ്പ് കസ്റാണ്, റാഇന് സുക്കൂനാണ്. അപ്പോ ശൈഅൻ വതഹിർ എന്നാണ് ഓതേണ്ടത്. തഹിർ എന്നല്ല, തഹിർ റാഇന് തർക്കീഖ് എന്നതിന് പറയാം. അപ്പൊ വതഹിർ ബൈത്തിയ വതഹിർ എന്ന് എഴുതാൻ പാടില്ല. അത് ഓതിയാൽ ഓത്തൊക്കെ ശരിയാകും, പക്ഷെ തജ്വീദിന്റെ നിയമത്തിന് എന്താണ് എതിരാണ്. അപ്പൊ വതഹിർ ബൈത്തി അവിടെ റാ തർക്കീഖ് ചെയ്യേണ്ട സന്ദർഭം നോക്കിയാൽ മതി. റാഇന് സുക്കൂനാവുകയും മാഖബൽ അഥവാ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റാവുകയും ചെയ്യാം. ഇപ്പൊ ഫിർഔന എന്നൊക്കെ പോലെ തഹിർ എന്നുള്ളത് അതുപോലെയാണ്. അപ്പൊ വതഹിർ ബൈത്തിയ ലിത്വാഇഫീന എന്നുള്ളത് അവിടെ മദ് മുത്തസിലാണ്. അതുകൊണ്ട് തന്നെ 4-5 അക്ഷരങ്ങൾ നീട്ടാം. ലിത്വാഇഫീന വൽ ഖായിമീന, ലിത്വാഇഫീന വൽ ഖായിമീന എന്നല്ല, ലിത്വാഇഫീന വൽ ഖായിമീന അവിടെ ഹംസ് നല്ലോണം നീട്ടണം. ശേഷം രണ്ടിടത്തും ഹംസ വന്നിട്ടുള്ളൂ. പിന്നെ والركع السجود والركع راكع ركع السجود എന്നാണ്. والركع السجود സുജൂദ് നിർത്തുമ്പോൾ വാന് നിർത്തണം. സുജൂദ് എന്നല്ല, والركع السجود അതിനെ നിർത്തണ്ട്.
അതേപോലെ വഅദ്ദിൻ ഫിന്നാസ് എന്ന് നൂൻ ഇദ്ഹാർ ചെയ്യരുത്, നൂൻ അവിടെ മണിക്ക വേണ്ടത്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് സൗണ്ട് എന്താ? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് ബായിന് ശേഷം അവിടെ ഹംസത്തുൽ വസ്ലാണ്. ബിൽ ഹജ്ജ് യഅ്തൂക ഓതാൻ പാടില്ല, യഅ്തൂക എന്നല്ല. പല ആളുകളും ഈ ഹംസയുടെ വിഷയത്തിൽ ഓതുമ്പോൾ തെറ്റാറുണ്ട്. യഅ്തൂക എന്നാണ് പറയണം, യഅ്തൂക എന്നല്ല, യഅ്തൂക. ഹംസയെ വെളിവാക്കി തന്നെയാണ് പറയേണ്ടത്. യഅ്തൂക എന്ന് പറയാൻ പറ്റില്ല. പല ആളുകൾ ഓതുമ്പോൾ യഅ്തൂക എന്ന് ഓതുന്നുണ്ട്. അത് ഇവിടുത്തെ വർഷമാണ്. യഅ്തൂക എന്നല്ല, ഹംസയെ വെളിവാക്കി തന്നെ പറയണം. യഅ്തൂക. അപ്പോ യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിർ. അവിടെ നിർത്തുകയാണെങ്കിൽ വഅലാ കുല്ലി ളാമിർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിർത്തണം. നിർത്താതെ പറഞ്ഞാണെങ്കിൽ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഫജ്ജിൻ അവിടെ തൻവീന് വെളിവാക്കണം. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അപ്പൊ അതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോ ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയം എന്താ ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ പറഞ്ഞു അള്ളാഹുവിന്റെ പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള തെളിവുകൾ പറഞ്ഞുകൊണ്ട് മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജ് ഉള്ളത്. അപ്പൊ ഹജ്ജിന്റെ ചരിത്രം പറയുന്നത് ആരംഭിക്കാണ്. അപ്പൊ ഹജ്ജിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രമാണ്, മസ്ജിദുൽ ഹറാമിന്റെയും അതേപോലെ തന്നെ ഹജ്ജിന്റെ ഒക്കെ ചരിത്രം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം ഇറാഖിലാണ് ജനിച്ചിട്ടുള്ളതൊക്കെ. പക്ഷെ അവിടുന്ന് അദ്ദേഹം പിന്നീട് മക്കയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിലാണ് ജനിക്കുന്നത്. ഇറാഖിലെ ബാബിലോണിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. ഇബ്രാഹിം നബിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പൊ ആസറാണ് അവിടുത്തെ പൂജാരിയും അതുപോലെ തന്നെ വിഗ്രഹാരാധകനുമായിരുന്നു. അവിടുത്തെ ഒരു പ്രധാനിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ്. അമ്പിയാക്കന്മാരെല്ലാവരും ആ നാട്ടിലെ പ്രമുഖമായ കുടുംബത്തിലാണ് ജനിക്കുക. അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഖുറൈശി കുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ ആ നാട്ടിലെ പ്രമുഖ കുടുംബത്തിലായിരിക്കും അവരുടെ ജന്മം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട്ടിലെ പ്രമുഖന്റെ മകനായിരുന്നു. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം തുടങ്ങിയതിന്റെ ചരിത്രമൊക്കെ വിശദമായി മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പുനർനിർമ്മിക്കാൻ പോവാണ്. ആ കഅബയുടെ പുനർനിർമ്മാണം നടത്തുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. കഅബ ആദ്യമായി കൊണ്ട് ഉണ്ടാക്കിയത് ആരാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ഇന്ന് കഅബ നിൽക്കുന്ന സ്ഥലത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, അതിന്റെ സ്ഥലം നിർണയിച്ചു കൊടുത്തു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മക്കളുമാണ് കഅബാലയം ആദ്യം ഉണ്ടാക്കുന്നത്. പിന്നീട് ഭൂമിയിൽ അതാണ് ഇന്ന അവ്വല ബൈത്തിൻ മുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക. ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ ഭവനം ഇത്. ആദ്യത്തെ ഭവനം എന്നല്ല, ആദ്യത്തെ ആരാധനാ കേന്ദ്രം ഏതാണ്? കഅബയാണ്. അപ്പൊ ആദ്യത്തെ മനുഷ്യൻ ആദ്യമായി കൊണ്ടുണ്ടാക്കിയത് തൗഹീദിന്റെ ഭവനമാണ്. അള്ളാഹിനെ മാത്രം ആരാധിക്കാനുള്ള വീടാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് ആദ്യം ഉണ്ടായത് ഏതാണ്? തൗഹീദാണ്. തൗഹീദ് എന്നാണ് പിന്നീട് ശിർക്കിലേക്ക് തെറ്റിപ്പോയത് ആർക്കാർ. അപ്പൊ ആദം നബി 40 വർഷമാണ്. അപ്പൊ കഅബ ഉണ്ടാക്കി 40 വർഷങ്ങൾക്ക് ശേഷമാണ് എന്തുണ്ടാക്കുന്നത്? ബൈത്തുൽ മഖ്ദിസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം കഅബ, പിന്നീട് ബൈത്തുൽ മഖ്ദിസ്. നമുക്കറിയാം കഅബ പുനർനിർമ്മിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയാണ്. ബൈത്തുൽ മഖ്ദിസ് പുനർനിർമ്മിക്കുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയാണ്. ഇതിന്റെ അടിസ്ഥാനമുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലശേഷം കഴിഞ്ഞു. പിന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൂഫാൻ വന്നു. പിന്നീട് അതിനുശേഷം കഅബാലയത്തിന്റെ സ്ഥലം മറഞ്ഞു കിടക്കുകയായിരുന്നു, ആർക്കും അറിയില്ല.
പിന്നീട് ആ മറഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഇബ്രാഹിം മക്കാനൽ ബൈത്ത്, ആ കഅബയുടെ സ്ഥലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു. അല്ലെങ്കിൽ ഇവിടെ ബവ്വ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കുക, അല്ലെങ്കിൽ ഒരുക്കി കൊടുക്കുക എന്നൊക്കെ അർത്ഥം. ഇവിടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും അറിയില്ല കഅബ എവിടെ എന്നുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വഹി കൊടുത്തു. ഇതിൽ 3 അഭിപ്രായങ്ങൾ തഫ്സീറിൽ കാണാം. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് പറഞ്ഞു, ഒരു മേഘത്തെ താങ്കൾ പിന്തുടരുക, ആ മേഘം നിലനിൽക്കുന്ന ആ മേഘം പോയിട്ട് നിൽക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെയാണ് കഅബ ഉണ്ടാക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മേഘത്തിന്റെ പിന്നാലെ പോയി, ആ മേഘം നിന്ന സ്ഥലം ആണ് കഅബ. ഇനി അതിനുശേഷം ഒരു കാറ്റടിച്ചു എന്നാണ്. അപ്പൊ കാറ്റടിച്ചപ്പോ ആ നിന്ന സ്ഥലത്ത് അതിന്റെ ഒരു അസ്ഥിവാരം കാണണമല്ലോ. അങ്ങനെ കാറ്റടിച്ച് ആ മണലുകളെല്ലാം നീങ്ങിയ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? ആ കഅബയുടെ തറ ഉണ്ടല്ലോ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ വന്നിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഉണ്ടാക്കിയ തറ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? കണ്ടു. അതാണ് ഇബ്രാഹിം മക്കാനൽ ബൈത്ത്. ആ കഅബയുടെ സ്ഥാനം നാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നിർണയിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ നിന്നാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൂട്ടിയിട്ട് രണ്ടാമത് ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത്, ഇബ്രാഹിം നബി ആദ്യം ഉണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയുടെ അസ്ഥിവാരം പൊളിഞ്ഞു പോയ അതിന്റെ മേൽക്കൂര ഉണ്ടല്ലോ, ഒക്കെ കഅബ പൊളിഞ്ഞിട്ടുണ്ടാവും. ആ പൊളിഞ്ഞു പോയി, കാരണം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലുണ്ട്, പിന്നെ അവിടെ ആരും ആളില്ലല്ലോ. ഒരു ആളില്ലാത്ത സ്ഥലത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടായ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അതിന് നാശനഷ്ടങ്ങൾ സംഭവിക്കും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു അസ്ഥിവാരത്തിൽ നിന്ന് ഉയർത്തുന്നു. അതാണ് ആ സ്ഥലം കാണിച്ചു കൊടുത്തത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് ഇബ്രാഹിമ മക്കാനൽ ബൈത്ത്. ആ ബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയാണ്. ആ കഅബക്ക് ചുറ്റുമുള്ള മസ്ജിദുൽ ഹറാമാണ്. ഇനി എന്തിനാണ് മനുഷ്യന്മാർക്ക് ഈ കഅബാലയത്തിന്റെ പ്രസക്തി എന്താണ്? അല്ലെങ്കിൽ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഅബ ഉണ്ടാക്കിയത്? അല്ലാ തുശ്രിക് ബി ശൈഅൻ, ഇത് എന്നിൽ ഒന്നും ശിർക്ക് ചെയ്യാതിരിക്കാൻ. കഅബാലയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഒന്നാമതായി നിർമ്മിച്ച് ഇന്ന പോലെ വൈത്തിയും ലിന്നാസ് എന്ന് പറഞ്ഞത് എന്തിനാണ്? അത് വിഗ്രഹം വെക്കാനോ ജാറുണ്ടാക്കാനോ ജാറം മൂടാനോ ഇല്ല. അല്ലാ തുശ്രിക് ബി ശൈഅൻ, എന്നെ അല്ലാതെ നിങ്ങൾ ഒന്നിനെയും ആരാധിക്കരുത്. അഥവാ എന്നിൽ ശിർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഅബാലയത്തിന്റെ പണി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഒക്കെ കഅബാലയത്തിന്റെ നിർമ്മാണ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശിർക്ക് ഉണ്ടാകാൻ പാടില്ല, ശിർക്കില്ലാതിരിക്കണം. ഈ ശിർക്കില്ലാതിരിക്കുക എന്നാണ് ലോകത്തെ ഒന്നാമത്തെ പള്ളിയുടെ ലക്ഷ്യമെങ്കിൽ ലോകത്തെ എല്ലാ പള്ളിയുടെയും ലക്ഷ്യം തന്നെയാണ് ശിർക്കില്ലാതാക്കുക. ലോകത്തെ എല്ലാ, അതുകൊണ്ടാണ് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികളൊക്കെ ആർക്കാണ്? അള്ളാഹ്ക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഇല്ലാത്ത ഒരാളെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സുഹൃത്ത് ജിന്ന അല്ലാഹ് പറയാൻ കാരണം. അപ്പൊ പള്ളിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അല്ലാ തുശ്രിക് ബി ശൈഅൻ. അപ്പൊ ഇന്ന് പള്ളിയിൽ നിന്നാണ് ഹദ്ദാദ് റാത്തീബ് ഒക്കെ നടക്കണം. മൊയ്തീൻ ഷെയ്ഖിനെ 1000 വട്ടം വിളിക്കണോടുന്നാണ് പള്ളിയിലുള്ള. അള്ളാഹ് പറയാണ് കഅബാലയം ഉണ്ടാക്കിയതും പള്ളികൾ നിർമ്മിക്കുന്നതും അല്ലാ തുശ്രിക് ബി ശൈഅൻ. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്താ വെച്ചാൽ ഒന്ന് ശിർക്ക് ചെയ്യാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, നീ ശുദ്ധിയാക്കണം ബൈത്തി, എന്റെ വീട്. അപ്പൊ എന്റെ വീട് എന്ന് പറഞ്ഞാൽ ആരുടെ വീട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വീടാണ് പള്ളി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ബൈത്തുല്ലാഹ്, അള്ളാഹുവിന്റെ വീടാണ് പള്ളി. അപ്പൊ അള്ളാഹുവിലേക്ക് ഒരു കാര്യത്തെ ചേർത്തി പറഞ്ഞാൽ അതിന്റെ താളീം കൂടും. അപ്പൊ നമ്മുടെ നാട്ടിൽ പള്ളി ഉണ്ടാക്കുന്നത് നമ്മളെ കട്ടയും സിമെന്റും ഉപയോഗിച്ചിട്ട് കമ്പി ഉപയോഗിച്ചിട്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ വീടും ഇല്ലാത്തൊരു പ്രത്യേകത പള്ളിക്കുള്ള എന്തുകൊണ്ടാ? സിമെന്റും കട്ടയും മാറിയോണ്ടാ? അല്ല, ഈ വീട് എന്റേതാണ്, ആ വീടോ അള്ളാന്റേതാണ്. അത് പ്രത്യേകത. ഇത് നമ്മളതാണ്. ഇത് ആരിലേക്കാ ചേർത്തപ്പെടുക? ഇതിന്റെ സാഹിബിലേക്കാണ്. പക്ഷെ അത് ആരിലേക്കാ ചേർത്തപ്പെടുക? അള്ളാഹുലേക്ക്. അപ്പൊ അള്ളാഹുലേക്കൊരു കാര്യം ചേർത്തപ്പെട്ട് കഴിഞ്ഞാൽ അതിനെന്തുണ്ടാവും?
അതുകൊണ്ടാണ് ബൈത്തി, എന്റെ വീട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ പള്ളികൾ ആർക്കുള്ളതാണ്? അതാണ് വന്നൽ മസാജിദിൽ, ഏത് പള്ളിയും അള്ളാഹ്ക്കുള്ളതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളികളൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. ആ പള്ളികൾ ശുദ്ധിയാക്കണം എന്നാണ് ഒന്നാമത് ഇബ്രാഹിം നബി കൊടുക്കുന്നത്. നമ്മളെല്ലാം ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ രണ്ട് തരം ശുദ്ധീകരണം ഉണ്ട്. ഒന്ന് വിശ്വാസപരമായ, ആന്തരികമായ ശുദ്ധീകരണം. അഥവാ പള്ളിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിന് വിരുദ്ധമായ ഒരു കാര്യങ്ങളും പള്ളിയിൽ നടക്കാൻ പാടില്ല. അതാണ് പള്ളിയുടെ ശുദ്ധീകരണം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, പള്ളികളിൽ അനാവശ്യമായ ശബ്ദങ്ങൾ, ഇപ്പൊ ഇബ്നു കസീറിന്റെ തഫ്സീറിലൊക്കെ കാണാം, അനാവശ്യമായ ശബ്ദ കോലാഹലങ്ങൾ, അതുപോലെ തന്നെ ദുനിയാവിന്റെ കച്ചവട വിഭവങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ എന്ന് വേണ്ട മനുഷ്യന്മാർക്ക്, ആ പള്ളിയിൽ മനുഷ്യന്മാരുടെ ഇബാദത്തുകൾക്ക് തടസ്സമാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം പള്ളി ശുദ്ധമായിരിക്കണം. രണ്ട് കാര്യങ്ങൾ. ഒന്ന് വിശ്വാസപരമായ കാര്യങ്ങൾ, അഥവാ പള്ളിയിൽ വെച്ച് തൗഹീദിന് നിരക്കാത്തൊരു കാര്യം ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയ സന്ദർഭത്തിൽ കഅബക്കുള്ളിൽ 300 ചില്ലാനം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. കഅബന്റെ ഉള്ളില് അതിൽ ഏറ്റവും വലിയ വിഗ്രഹം ആയിരുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. ഇബ്രാഹിം നബി വിഗ്രഹത്തെ തച്ചുടച്ച് ഇബ്രാഹിം നബിന്റെ വിഗ്രഹമാണ് അന്ന് അവിടെ ഏറ്റവും വലിയ വിഗ്രഹം ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ശുദ്ധീകരിച്ചു. അപ്പൊ ഒരു പള്ളിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൗഹീദാണ്. ആ പള്ളി ശുദ്ധിയാക്കണം. രണ്ടു തരം ശുദ്ധിയാക്കണം. ഒന്ന്, ആത്മീയമായി ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും പള്ളികൾ ശുദ്ധമാകണം. രണ്ടാമത് ബാഹ്യമായി തന്നെ എന്ന് പറഞ്ഞാൽ പള്ളി ദുർഗന്ധം ഉണ്ടാകാൻ പാടില്ല. പള്ളിയിലേക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിലെ പള്ളിയൊക്കെ ഇപ്പൊ കുറച്ചൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്, അൽഹംദുലില്ലാ. പണ്ടൊക്കെ പള്ളി എന്ന് പറഞ്ഞാൽ മൂത്രപ്പുര ഇവിടെ ഉണ്ടാവും. അതിന് തൊട്ടടുത്ത് നമ്മുടെ നാട്ടിൽ മൂത്രപ്പുരൊന്നും പറയണ്ട, അവർക്ക് കാണുന്ന മൂത്രപ്പുരയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉള്ളത്. ഇല്ല, മാഷാ അല്ലാഹ്. അപ്പോഴൊക്കെ മാറ്റം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശിക്ഷയുടെ കാരണമായിക്കൊണ്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ലാ യസ്തതിറു മിനൽ ബൗൽ. മൂത്രമൊഴിക്കുമ്പോൾ അവറത്ത് പുറത്താണ്. അവന് ഖബറിന്റെ ശിക്ഷ ഉണ്ട്. നമ്മളെ മൂത്രപ്പുരയിലൊക്കെ മൂത്രവെച്ചിട്ടുണ്ടെങ്കിൽ ഖബർ ശിക്ഷ കിട്ടുന്ന അത്തരം മൂത്രപ്പുര നമ്മളാണ്. പള്ളി വലിയ ഖമാനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ മൂത്രപ്പുര എത്ര പേരെ ഉണ്ടാവുള്ളൂ. എന്താ ഒരു 10 കല്ലും കൂടി വെച്ചുകാണ്ട് മറ്റുള്ളവരുടെ അവറത്ത് കാണാത്ത രൂപത്തിൽ മൂത്രപ്പുര ഉണ്ടാക്കില്ല. അത് പണ്ടേ വജദന അലൈഹി അബാന എന്ന് പറഞ്ഞ മുകളിൽ പാപ്പക്കാരന്മാർ ഇങ്ങനെ ഉണ്ടാക്കിയ മൂത്രം. ഇപ്പൊ അൽഹംദുലില്ലാ അടച്ചുറപ്പുള്ള മൂത്രമൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും സമസ്തന്റെ പള്ളിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും തന്നെ അത് ശരിയില്ല. ഒന്ന്, പള്ളി വൃത്തി ഉണ്ടാകണം. പള്ളി വൃത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസം പറഞ്ഞ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നല്ല അമലുകൾ, ഒരു പ്രധാനപ്പെട്ട അമൽ കാണിക്കപ്പെട്ടെന്ന് വെച്ചാൽ പള്ളിയിൽ ഒരു വൃത്തികേട് കതിരത്തൊരാൾ കണ്ടാൽ ആ കതിരത്തിനെ എടുത്തു മാറ്റലാണ് എൻ്റെ ഉമ്മത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ലൊരു പ്രവർത്തനമായി എനിക്ക് കാണിക്കപ്പെട്ടത് വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പള്ളിയിൽ പള്ളിക്കാട്ടം കണ്ടു, അവളോടെ മുക്രി, ഇവിടെ മദിനോടെ, അത് കമ്മിറ്റിക്കാരോടെ എന്ന് പറയില്ല. അത് നമ്മൾ കടലാസോട് തോണ്ടിയാണ് പുറത്തേക്കിടുക. നമുക്ക് നന്മകൾ അതുകൊണ്ട് കിട്ടും. പള്ളി വൃത്തിയായിരിക്കണം. അതേപോലെ തന്നെ പണ്ട് പറഞ്ഞ അനാവശ്യമായ ശബ്ദകോലാഹലങ്ങൾ പള്ളിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അനാവശ്യമായ ശബ്ദകോലാഹലങ്ങൾ ഇപ്പൊ അത് ആണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം വെച്ചാൽ ദുനിയാവിന്റെ വിഷയങ്ങൾ, ക്രയവിക്രയങ്ങൾ പള്ളിയിൽ വെച്ച് നടത്താൻ പാടില്ല. കച്ചവടം പള്ളിയിൽ വെച്ച് നടത്താൻ പാടില്ല. അപ്പൊ കച്ചവടം എന്ന് പറഞ്ഞെങ്കിൽ ആ സാധനം ഇങ്ങോട്ടേക്ക്, ആ വണ്ടി ഇങ്ങോട്ടോട് അല്ലെങ്കിൽ ആ സാധനം ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് എത്രത്തോളം വെച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞാൽ നമ്മൾ ഈത്തിക്കാഫ് ഇരിക്കുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞത്, ഈത്തിക്കാഫ് ഇരിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം വേണം നോട്ടിക്കൂടി. ഈത്തിക്കാഫ് ഇരിക്കുന്ന ആൾക്ക് ഭക്ഷണം വേണം നോട്ടിക്കൂടി. ആ ഭക്ഷണം വേണമെങ്കിൽ അപ്പുറത്ത് മന്തിക്കടണ്ട്, 2 മന്തിന് പള്ളിക്ക് കൊടുത്തയച്ചാൽ പള്ളിയിൽ നിന്ന് ഫോൺ ചെയ്യാൻ പാടില്ല. കാരണം എന്താ? ആ കച്ചവടം 2 മന്തിന് കൊടുത്തയച്ചാന്നുള്ള എന്താണ്? നമ്മൾ സാധനം വാങ്ങുകയാണല്ലോ, സാധനം വിൽക്കുകയാണ്. ഏത് നടത്തണത്? പള്ളി. അപ്പൊ എന്താ ചെയ്യാ? പള്ളിക്ക് പുറത്തിറങ്ങിയിട്ട് ഫോൺ ചെയ്യണം. ആ കൊണ്ടുവന്ന സാധനം പള്ളിയിൽ നമുക്ക് സ്വീകരിക്കാം. ആ കച്ചവടം കഴിഞ്ഞല്ലോ. സാധനം ഇസ്തിലാമിന് കുഴപ്പമില്ല, സ്വീകരിക്കണം കുഴപ്പമില്ല. പക്ഷെ കച്ചവടത്തിന്റെ നടത്തുന്ന പള്ളി നടത്താൻ പാടില്ല. വിശുദ്ധക്കാരെ ശ്രദ്ധിക്കണം. പള്ളിയിൽ എത്തിക്കാൻ വരുന്ന ചില ആൾക്കാർക്ക് പണിയതാ, ഫുള്ള് കച്ചവടം പള്ളിയിൽ നിന്നാണ്. ഹറാം, ഒരിക്കലും പാടില്ല.
പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പള്ളിയിൽ നിന്ന് എടുക്കുക, കളക്ഷനൊക്കെ എടുക്കുക. കളക്ഷൻ ദുനിയാവിന്റെ കച്ചവടങ്ങൾ പറഞ്ഞു. ഇത് കളക്ഷൻ എന്ന് പറഞ്ഞാൽ കച്ചവടമല്ലല്ലോ. ജാറമുള്ള പള്ളി ആവിഷ്കരിക്കാൻ പാടില്ല. അത് മഖബറയാണ്, അത് പള്ളിയല്ല. അതിപ്പോ അദ്ദാദ് റാത്തീബ് നടത്തുന്നുണ്ട്. ഇപ്പൊ അള്ളാന്റെ ഭൂമി ഇവിടെ നിസ്കരിക്കാറോ, അതിന് പ്രശ്നമില്ല. പക്ഷെ ജാറമുള്ള പള്ളികൾ മഖബറകളാണ്, അത് പള്ളിയല്ല. പള്ളി മഖബറ നിസ്കരിക്കാം. മഖബറ റസൂലുള്ളാഹി പറഞ്ഞു വജുഅലത്തിൽ അൽ-അർദു കുല്ലഹാ ഇല്ലൽ ഹമ്മാം വൽ മഖബറ. എനിക്ക് പള്ളി ഭൂമിയിൽ എവിടെ വെച്ച് നിസ്കരിക്കാനുള്ള അനുവാദമുണ്ട്. ഇത് മുൻഗാമികൾക്ക് ഇല്ലാത്തൊരു അനുവാദമാണ്. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തായിരുന്നാലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തായാലും അവർക്ക് ആരാധനകൾക്ക് നിർണയിക്കപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ ആരാധന പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഉമ്മത്തിന്, മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഭൂമിയിൽ എവിടെ വെച്ചും എന്ത് ഈ ആരാധനകൾ ചെയ്യാം. 2 സ്ഥലം പേർ, ഒന്ന് ഹമ്മാം, ബാത്റൂം എന്ന് പറ്റൂല. നല്ല വിശാലമായ ബാത്റൂം, ഇവിടെ മുസല്ലിട്ട് നിസ്കരിക്കാൻ പറ്റൂല. 2 മഖബറയാണ്. മഖബറയിൽ നിന്ന് ആകെ നിസ്കരിക്കാനും അനുവാദമുള്ളത് മയ്യിത്ത് നിസ്കാരം മാത്രമാണ്. മയ്യിത്ത് നിസ്കാരം മഖബറ നിസ്കരിക്കുക. അതല്ലാത്ത ഫർദ് നിസ്കാരങ്ങൾ, സുജൂദ് റുക്കുഉള്ള നിസ്കാരങ്ങൾ ഒരിക്കലും മഖബറയിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് ജാറുള്ള പള്ളി നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ പറഞ്ഞു വെച്ചാൽ ഇത് ത്വഹീർ ബൈത്തി എന്ന് പറഞ്ഞാൽ എന്റെ വീടിനെ ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശുദ്ധിയാകണം. വീട് പള്ളിയിലേക്ക് സുഗന്ധമുള്ള, പള്ളി എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ളതായിരിക്കണം. ചിലപ്പോൾ ഈ കാർപ്പറ്റൊക്കെ വിരിച്ച് ചില പള്ളികൾ എന്താ വെച്ചാൽ വൃത്തിയാക്കാൻ ഞാൻ ഭയങ്കര സ്മെല്ല് വരും. ഇപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറയാം. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ആണുങ്ങളെ ഭാഗത്ത് നല്ല ശുദ്ധീകരണം, പെണ്ണുങ്ങളെ ഭാഗത്ത്, ആണുങ്ങളെ ഭാഗത്ത് നിന്ന് ഒഴിവാക്കുന്ന കാർപ്പറ്റ് പെണ്ണുങ്ങൾക്ക് എല്ലാ സ്ഥലത്തുള്ള എന്താ, പെണ്ണുങ്ങൾക്ക് നിസ്കാരമൊന്നുമില്ല, ഒഴുക്ക് മണക്കൂലേ. ആണുങ്ങളെ ഭാഗത്ത് നിന്ന് ഒഴിവാക്കുന്ന കാർപ്പ് അത് പെണ്ണുങ്ങളെ ഭാഗത്ത് കൊടുത്താൽ എന്നിട്ട് അവിടെ പല്ലിക്കാട്ടും പൂച്ചക്കാട്ടും മറ്റേ കാട്ടും. അത് പെണ്ണുങ്ങൾ ശ്രദ്ധിക്കാൻ വെച്ചാൽ നിസ്കരിക്കാൻ വരുന്ന പെണ്ണുങ്ങൾ അവിടെ ശുദ്ധിയാക്കണം, അത് ഓർക്കുണ്ട്. പക്ഷെ കമ്മിറ്റിക്കാരെ ശ്രദ്ധിക്കണം. ആ പെണ്ണുങ്ങൾ ഒരു പിന്നെ 2ാം നമ്പറും ആണുങ്ങൾ. അപ്പോൾ ആണുങ്ങളെ പള്ളി അധികം ഉണ്ടാകുക, ആണുങ്ങളുടെ ഭാഗം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ പെണ്ണുങ്ങളുടെ ഭാഗവും ആണുങ്ങളും ശ്രദ്ധിക്കണം. കാരണം വൃത്തി നിസ്കാരത്തിൽ പിന്നെ ഒരു 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 നിസ്കാരത്തിന്റെ പരിസരങ്ങൾ വൃത്തി ഉണ്ടെങ്കിൽ നിസ്കാരത്തേക്ക് കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. അതെൻ്റെ ഒരു പിന്നെ സൈക്കോളജി അങ്ങനെ തന്നെയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ മുമ്പിലൊരു ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ വിരി കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞപ്പോൾ പിന്നെ ചീതിട്ട് തലക്കണീറാക്കിയല്ലോ. കാരണം എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ശ്രദ്ധ തെറ്റിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ശ്രദ്ധ തെറ്റിപ്പോയി നിസ്കാരത്തിൽ. അപ്പൊ നമ്മൾ ചില പള്ളിയിലൊക്കെ കാർപ്പറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, എപ്പോഴും നല്ല പ്ലെയിൻ കാർപ്പറ്റാണ്. മുസല്ല ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും നല്ല മുസല്ല ഏതാണ്, പ്ലെയിനായ മുസല്ലയാണ്. എന്നാൽ ചിത്രപ്പണികളോ മറ്റൊന്നും ഇല്ലാത്ത മുസല്ലകളാണ് എപ്പോഴും നല്ലത്. കാരണം അത് മനുഷ്യന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശ്രദ്ധ വരെ തെറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മളെ ശ്രദ്ധ തെറ്റുന്നതിനിപ്പോ യാതൊരു ഇതുമില്ലല്ലോ. അപ്പൊ ഇവിടെ ത്വഹീർ ബൈത്തി എന്ന് പറഞ്ഞാൽ എന്റെ വീടിനെ ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞാൽ പള്ളികൾ ആത്മീയമായും ഭൗതികമായും ശുദ്ധിയാകണം. അവിടെ ഖദറാത്തുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പള്ളികൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സുഖം. ഇപ്പൊ അൽഹംദുലില്ലാഹ് ചില പള്ളികളൊക്കെ ഉണ്ട്. പക്ഷെ ഈ പണ്ടത്തെ പള്ളികളൊക്കെ ഉണ്ടല്ലോ, ഓന്റെ അകത്തെ പള്ളി പുറത്തെ പള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പള്ളിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പേടിയാ, ഒരു കുരാകുരിട്ടും ഭീകരതയും. കാരണം വെച്ചാൽ പണ്ട് ക്ഷേത്രം ഉണ്ടാക്കിയതും പള്ളി ഉണ്ടാക്കിയതും ഒരേ ആശാരിയാണ്. പണ്ട് പള്ളി ഉണ്ടാക്കിയതും ക്ഷേത്രം ഉണ്ടാക്കിയതൊക്കെ ഒരേ ആശാരിയാണ്. ആ തച്ചുശാസ്ത്രം തന്നെയാണ് പള്ളിയിൽ. അതുകൊണ്ട് ആ പള്ളി വമ്പലും കണ്ട പെട്ടെന്ന് തിരിച്ചറിയില്ല. പണ്ട് രണ്ടിന്റെ ഒരേ കോലം ഉണ്ടാകാം. പള്ളിക്ക് അമ്പലമുണ്ടാവും, കുളത്തിനും അല്ല പിന്നെ ക്ഷേത്രത്തിനും കുളം ഉണ്ടാവും. പള്ളിക്കുളം കെട്ടിങ്ങള് അതുപോലെ അമ്പലക്കുളം ഉണ്ടാവും. ഇതൊക്കെ ഒരേപോലെ പണ്ട് പോയിനി. ഇപ്പൊ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ പള്ളി നിങ്ങൾ ആലോചിച്ചു, ഇത് ആരോടാ പറഞ്ഞത്? എന്റെ വീട് വൃത്തിയാക്കാൻ ആര്? ഇബ്രാഹിം നബിയോടാ പറഞ്ഞത്. അപ്പൊ അതിന് മനസ്സിലാക്കണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പള്ളി വൃത്തിയാക്കിയിട്ടുണ്ടോ ഇല്ലേ? ഉണ്ട്. അപ്പൊ പള്ളി വൃത്തിയാക്കുന്ന പണി എന്ന് പറഞ്ഞ മോശപ്പെട്ട പണിയാണോ? അല്ല, ഇബ്രാഹിം നബി എടുത്ത പണിയാ. ഇപ്പൊ നമ്മുടെ നാട്ടില് പള്ളി വൃത്തിയാക്കണം, ഓനൊരു മുക്രിക്കാക്കാന്ന് പറഞ്ഞിട്ട് മുപ്പര സൈഡുക്കാക്കും. അത് ആരെ പണിയാണ് ശരിക്ക്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എടുത്ത പണിയാണ് പള്ളി വൃത്തിയാക്കുന്ന പണി. സുബ്ഹാനല്ലാഹ്. ഇനി ആർക്ക് വേണ്ടിയാണ് വൃത്തിയാക്കുന്നത്? ഒന്ന്
ലിത്വാഇഫീന, തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി. അപ്പൊ തവാഫ് ചെയ്യുന്ന തവാഫ് കഅബയിൽ മാത്രമേ ഉള്ളൂ, വേറെവിടെ തവാഫില്ല. അതുകൊണ്ടാണ് ആദ്യം ആ തവാഫിനെ മുന്തിച്ചത്. അപ്പൊ പള്ളി എന്ന് പറയുന്നത് കഅബാലയമാണ് ഇവിടെ ഉദ്ദേശം. ആ കഅബാലയത്തിൽ മാത്രം നടക്കുന്നതാണ് തവാഫ്. ലോകത്ത് ഒരു സംഗതിയെ തവാഫ് ചെയ്യാൻ അനുവാദമുണ്ടെങ്കിൽ അത് ഏത് മാത്രമേ ഉള്ളൂ? കഅബ മാത്രം. ഒരു ഖബറിനെയും തവാഫ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇസ്ലാമിൽ അനുവാദമില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. ഈ ത്വായിഫിന എന്ന് പറഞ്ഞത് ത്വാഫ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി എന്റെ വീടിന് ശുദ്ധിയാക്കണം. ത്വാഫ് എന്ന് പറഞ്ഞാൽ 7 തവണ കഅബയെ നമ്മൾ സാധാരണ വലയം വെക്കുന്ന, പക്ഷെ വലയല്ല, ഇടത് ഭാഗത്ത് കഅബയെ ഇടത് ഭാഗത്താക്കിയിട്ടാണ് ചുറ്റേണ്ടത്. ഇത് കഅബ ഉണ്ടായത് മുതൽക്കു തന്നെ ഉള്ള ഒരു പ്രക്രിയയാണ് കഅബയെ തവാഫ് ചെയ്യുക എന്നുള്ള പ്രക്രിയ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് തന്നെ തവാഫ് ഉണ്ട്. ആ തവാഫ് ശരിക്കും തവാഫിന്റെ ഓരോ സ്റ്റെപ്പിനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കാലടിക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. അപ്പൊ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പള്ളി ശുദ്ധിയാക്കണം. രണ്ടതുപോലെ ഖായിമീന നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ. ഇപ്പൊ നിസ്കാരം എന്ന് പറയുന്നത് പിന്നെ പള്ളിയുമായി കൊണ്ട് ബന്ധപ്പെട്ട മറ്റൊരു ആരാധന. അപ്പൊ ത്വായിഫീന വൽ ഖായിമീന, നിന്ന് നമസ്കരിക്കുന്നവർ. അതേപോലെ തന്നെ റുക്കൂഉം സുജൂദും ചെയ്യുന്നവർ. അപ്പൊ ഖിയാമ്, റുക്കൂഉ, സുജൂദ്, ഇതാണ് നിസ്കാരത്തിന്റെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഖിയാമും റുക്കൂഉം സുജൂദും. അപ്പൊ ഈ നിന്ന് നിസ്കരിക്കുന്ന അതുപോലെ തന്നെ റുക്കൂഉം സുജൂദും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഇബ്രാഹിം നബിയെ താങ്കൾ എന്ത് ചെയ്യണം? ഈ കഅബാലയത്തെ ശുദ്ധിയാക്കി വെക്കണം. അപ്പൊ നിസ്കാരത്തിന്റെ സ്ഥലം, അതുപോലെ നിസ്കാരത്തിന്റെ വസ്ത്രങ്ങൾ, ഇതെല്ലാം ശുദ്ധിണ്ടാണ്. അപ്പൊ ഞാൻ സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടി പറയാൻ വെച്ചാൽ, ഇപ്പൊ നമ്മൾക്ക് ഈ സുബൈക്കൊക്കെ പള്ളിക്ക് വരുമ്പോഴേ പ്രത്യേകിച്ച് ആണുങ്ങൾ ശ്രദ്ധിക്കുക. സുബൈക്കൊക്കെ പള്ളിക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും രാത്രി ഉടുത്തിരിക്കുന്ന കള്ളിത്തുണിയോ അതല്ലെങ്കിൽ വേറെങ്കിലും ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് പള്ളിക്ക് വരിക. അത് ഹറാമെന്നൊന്നും നമ്മൾ പറയുന്നില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. നിങ്ങൾ പള്ളികളിൽ നിങ്ങൾ അലങ്കാരം എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അതിൽ നമ്മൾ അറബികളാണ് നമ്മളെ മാതൃക. സുബ്ഹാനല്ലാഹ്, അവര് നല്ല ഡ്രസ്സ് ഇട്ടില്ല എന്ത് ചെയ്യൂല, ഒരു വീട്ടിലിടുന്ന ഒരു ഡ്രസ്സ് ഇട്ട് പോലെ ആരും എന്ത് ചെയ്യൂല, പള്ളിക്ക് വരില്ല. അറബി ചെക്കന്മാരും ബുക്കിരി ചെക്കന്മാരുണ്ടാവില്ല. അറബി ഒരു മാന്യന്മാരായ ആളുകൾ ആരും നമ്മുടെ നാട്ടിൽ വെച്ചാൽ എത്ര മാന്യന്മാരാണെങ്കിലും എന്ത് ചെയ്യും? ആ കള്ളിത്തിനെടുത്ത് പള്ളിക്ക് വരും. മക്സവന്റെ ജേഴ്സി, ഇനി മെസ്സി ഉണ്ടാവും, റൊണാൾഡോ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും സുബഹിസ്കരിക്കാൻ പള്ളിയിൽ. ഇതൊക്കെ നമ്മൾ കുറച്ചൊക്കെ നമ്മളെ പ്രായോഗിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മതി. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ആ കാഫിരീങ്ങൾ നമുക്ക് ഇഷ്ടമുണ്ടാവും, പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പേര് ഇവിടെ സ്റ്റിക്കർ അടിച്ചിട്ടാണ് നമ്മൾ അള്ളാഹിന്റെ മുമ്പ് കയറുമെങ്കിൽ അത് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവോ? ഉണ്ടാവില്ലല്ലോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പ്രത്യേകിച്ച് ആണുകൂടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ, പിന്നെ പെണ്ണുങ്ങള് നിസ്കാരക്കുപ്പായ എന്ന് പറഞ്ഞാൽ ഇടക്കൊക്കെ തിരുമ്പണം. റമദാനിന് മാത്രം തിരുമ്പിട്ട് കാര്യമില്ല. കാര്യം ഇതൊക്കെ നമ്മുടെ ഇബാദത്തിൽ, നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. ആ നിസ്കാരം മണക്കണ നിസ്കാരക്കുപ്പായിട്ട് നമുക്ക് തന്നെ അത് മണത്താൽ ഒരു വൃത്തികേട് തോന്നുകയാണെങ്കിൽ അത് മലക്കൾ സാക്ഷി ഉണ്ടാവും. പിന്നെ വിശ്വാസം പറഞ്ഞു, നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക, നിങ്ങളുടെ വായ നല്ലോണം ശുദ്ധിയാക്കണം. കാരണം പ്രവാചകൻ പറയാണ്, നിങ്ങളുടെ വായോട് അടുപ്പിച്ച് മലക്കയുടെ വായ വെക്കുന്നുണ്ടെന്നാണ്. അവർ ആ ഖുർആൻ ഓത്ത് കേൾക്കാൻ വേണ്ടി അവരുടെ ചെവിയും വായും നമ്മുടെ വായോട് അടുപ്പിച്ച് വെക്കുക. അതുകൊണ്ട് നിങ്ങളുടെ വായിന്ന് ദുർഗന്ധം വരാൻ പാടില്ല. അപ്പൊ വായിരുന്ന് പോലും ദുർഗന്ധം വരാൻ പാടില്ല. അതുകൊണ്ട് വിശ്വാസം ഉള്ളി തിന്നവൻ പള്ളിക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? ഓൻ നിസ്കരിക്കേണ്ടെന്ന് അർത്ഥത്തില്ല, ഓൻ വീട്ടിൽ നിസ്കരിച്ചു അല്ലാതെ നമ്മുടെ പള്ളിന്റെ അടുത്തേക്ക് വരണ്ട. കാരണം ആ ഉള്ളി തിന്നവന്റെ വായനാറ്റം ഉണ്ടാവും, അത് മറ്റുള്ള മുഅ്മിനീങ്ങൾക്കും മലക്കുകൾക്കും ഇടങ്ങേറുണ്ടാവും. അതൊക്കെ ഈ പള്ളി തഹ്‌ർ ബൈത്തിന്റെ പരിധിയിൽ വരുന്നത്. അപ്പൊ പള്ളിയിലേക്ക് വരുമ്പം ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, നല്ല വസ്ത്രം ഇട്ട് വരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനോട് നമ്മൾ ചെയ്യുന്ന ഒരു നന്ദി കൂടിയാണ്. കാരണം പ്രവാചകന്റെ ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുണ്ട്, അള്ളാഹ് ഒരു അടിമക്ക് ഒരു നിഅമത്ത് കൊടുത്താൽ ആ നിഅമത്ത് അടിമയിൽ കാണണമെന്ന് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ കല്യാണത്തിനും സർക്കാരത്തിനൊക്കെ എങ്ങനെ പോവാ? നല്ല ഡ്രസ്സ് ഇട്ടിട്ടല്ലേ? പക്ഷെ ആ ഡ്രസ്സ് തന്ന പടച്ചോന്റെ മുമ്പക്ക് പോകുമ്പോഴോ ഈ കീറി പറഞ്ഞ്
അല്ലെങ്കിൽ മുഷിഞ്ഞ, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ബനിയനും ജേഴ്സികളൊക്കെ, അത് നമ്മൾ എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ അങ്ങനെ മെക്സവനൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ ആ ജേഴ്സി എടുത്തിട്ട് എന്ത് ചെയ്താൽ ഒരു കീസിലിട്ടാൽ പോരെ, ഇവിടെ പുറത്തൊക്കെ നല്ല കുപ്പായ ഊരിയിട്ട് എന്ത് ചെയ്യുക, അതിന് പോകുമ്പോൾ ആ ജേഴ്സി ഇട്ടോട്ടെ. ഇവിടുത്തെ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് അദബുകൾ പാലിക്കണം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ പള്ളി വൃത്തിയാക്കണം, റുക്കൂഉം സുജൂദും തവാഫും ചെയ്യുന്ന ആളുകൾ. അപ്പൊ തവാഫ് എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. ഇവിടെ തവാഫിനെ മുന്തിക്കാൻ കാരണം പണ്ഡിതന്മാർ പറഞ്ഞത്, തവാഫ് കഅബയിൽ മാത്രമേ ഉള്ളൂ, നിസ്കാരം എല്ലാ സ്ഥലത്തും ഉണ്ട്, പള്ളിയിലും അതുപോലെ തന്നെ പള്ളി ഇല്ലാത്ത സ്ഥലത്ത് നിസ്കരിക്കാം. പക്ഷെ തവാഫ് അവിടെ മാത്രമേ ഉള്ളൂ, കഅബാലയത്തിൽ മാത്രം. പക്ഷെ നമ്മുടെ നാട്ടിൽ കഅബ പിന്നെ ഖബറും തവാഫിയുണ്ട്. ഉത്തരേന്ത്യയിലേക്ക് പോയൊക്കെ ഇങ്ങനെ കാണാം, കഅബനെ തവാഫ് ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. ഇപ്പൊ നാഗൂരിലും മറ്റേ എന്താ പറയാ ഏറുവാടിയിലൊക്കെ ഇങ്ങനെ ആണും പെണ്ണും തവാഫ് ചെയ്യലാണ്. എന്ന് ഇസ്ലാം അറിയാത്തതുള്ള കുഴപ്പമാണ്. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം. ഇനി എന്താ പറയാ, പിന്നെ അപ്പൊ കഅബാലയം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലും ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ കഅബാലയം ഉണ്ടാക്കിയ ശേഷം ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പറഞ്ഞു, ഫറഅ്തു മിൻ ദാലിക, പടച്ചോനെ ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു, എന്താ ചെയ്യേണ്ടത്, ഇത് ഉണ്ടാക്കി കഴിഞ്ഞു എന്താ ചെയ്യുക? അപ്പൊ അള്ളാഹു പറഞ്ഞു, വഅദ്ദിൻ, നീ ബാങ്ക് കൊടുക്കണം. അതാന്ന് പറഞ്ഞാ, അപ്പൊ പള്ളി വൃത്തിയാക്കുന്ന ആരാണ്? ഇബ്രാഹിം നബിയാണ്. ബാങ്ക് കൊടുക്കുന്ന ആരാണ്? ഇബ്രാഹിം നബി. മനസ്സിലായില്ലേ? ആ പള്ളിയിലെ മുഅദ്ദിന്റെയും പള്ളി വൃത്തിയാക്കുന്നതിന്റെയും പണി ലോകത്ത് ആദ്യത്താരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തൊക്കെ ശുദ്ധിയാക്കി നിസ്കരിക്കാൻ സമയമായപ്പോൾ സഹാബത്തെല്ലാവരും നബി എന്താ ചെയ്യണം നോക്കി നിൽക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ബാങ്ക് ആര് കൊടുക്കും? അബൂബക്കർ റളിയല്ലാഹു അൻഹു വിചാരിക്കും എന്നോട് പറയും, ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് പറയും. എല്ലാവരും നബി ഇന്നെ വിളിച്ചെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ച് നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ച്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ബിലാൽ റളിയല്ലാഹു അൻഹുവിനുള്ള സ്ഥാനാണ്. ഇബ്രാഹിം നബി ബിലാൽ റളിയല്ലാഹു അൻഹു പ്രത്യേകം എന്ന് വെച്ചാൽ നല്ല മധുരമായ അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ ശരീരം കറുത്തിട്ടാണെങ്കിലും പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദം നല്ല മാധുര്യമുള്ളതും വലിയ ശബ്ദവുമായിരുന്നു, നല്ല ഒച്ചയുള്ള ശബ്ദം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, കഅബാലയത്തിന് മുകളിൽ കയറി എന്ത് ചെയ്യണം? ബാങ്ക് കൊടുക്കണം. ഇവിടെ ഇബ്രാഹിം നബിയോട് അള്ളാഹു ബാങ്ക് കൊടുക്കും, വഅദ്ദിൻ ഫിന്നാസ്, നീ ജനങ്ങൾക്ക് വിളിക്കണം, അവരെ അതാന്ന് പറഞ്ഞാൽ ശരിക്കും വിളി നടത്തം. എന്ത് വിളിക്കണം? ബിൽ ഹജ്ജ്, ഹജ്ജിന് വിളിക്കണം. ഇനി ഇവിടെ കഅബാലയം ഉണ്ടാക്കി ഇവിടെ ആളുകളിൽ ഹജ്ജ് ചെയ്യണം, അതിനുവേണ്ടി ഹജ്ജിന് താങ്കൾ വിളിക്കണം. തഫ്സീറിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ കയറി എന്ന് ചില റിവായത്തിൽ കാണാം. ഇനി അതല്ല വേറെ ചില മല, ജബൽ അബി ഖുബൈസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി രാജാഭിപ്രായം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ തൊട്ടടുത്തുള്ള മലയാണ് ജബൽ അബി ഖുബൈസ. ഈ ജബൽ അബി ഖുബൈസിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറിയിട്ട് 2 വിരലുകൾ ചെവിയിൽ വെച്ചു എന്നാ. ബാങ്ക് കൊടുക്കുമ്പോൾ സുന്നത്തുണ്ട്. ചില ആൾക്കാർ ബാങ്ക് കൊടുക്കുമ്പോൾ കാണും ഇങ്ങനെ അല്ലാഹു അക്ബർ കാബത്തെടുക്കുമ്പോൾ ബാങ്ക് കൊടുക്കണം. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കൈ ചെവി വെക്കണം എന്ന് വെച്ചാല് നമ്മുടെ ശബ്ദം നമ്മൾ കേൾക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം കൂടും. അതുകൊണ്ടാണ് ഈ നമുക്ക് മോണിറ്റർ, പ്രസംഗികൾക്ക് മോണിറ്റർ ഇല്ലാതെ ഓരോ ശബ്ദമേ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഒച്ച കേൾക്കാഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഉറക്കൊച്ചിടും. അപ്പൊ ഉറക്കധികം വെച്ചിട്ട് എന്താ ഉണ്ടാകുക? നമ്മളെ ചോണ്ട്. അതുകൊണ്ട് ചെവിയിൽ വിരൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം പുറത്തും ശബ്ദം കേൾക്കൂല. അപ്പൊ നമ്മുടെ പരമാവധി ശബ്ദം ചെയ്യും ഉയരും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ 2 വിരലുകൾ ചെവിയിൽ വെച്ച് 4 ഭാഗത്തേക്കും തിരിഞ്ഞു ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചെന്ന് പറഞ്ഞാൽ ആ ബാങ്കല്ല, അയ്യുഹന്നാസ്, ജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കഅബ നിർമ്മാണം ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഫഹജ്ജു, നിങ്ങൾ എന്ത് ചെയ്യണം? ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി വരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ച ആ വിളി അള്ളാഹ് പറഞ്ഞു വിളിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളി കേട്ടിട്ടാണ് പോവുക. ആ വിളി കേട്ട് പോകുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയും. എന്താ ലബ്ബൈക്കാരുടെ അർത്ഥം? നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തു. അപ്പൊ ഈ വിളി അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കാൻ പറഞ്ഞിട്ടുള്ള ആ വിളി ആര് വിളിച്ചതാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചതാണ്. ആ വിളി ഈ ജബൽ അബി ഖുബൈസയുടെ മുകളിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറക്കെ വിളിച്ചു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് സംശയം, പടച്ചോനെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് വിളിച്ചിട്ട് ആര് കേൾക്കാനാ?
ഇവിടെ ചുറ്റും മലയും ആൾ താമസമല്ലല്ലോ മക്കയില്. അപ്പൊ ഇബ്രാഹിം നബി അള്ളാഹ് പറഞ്ഞു വഅലൈക്കൽ അദാൻ വഅലൈനൽ ബലാഗ്, നീ എന്ത് ചെയ്താൽ മതി? വിളിച്ചാൽ മതി. ഈ വിളി എത്തിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അതിനെ എത്തിച്ചോളാം. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പൊതു ചെയ്തിട്ട് എന്താ വിചാരിക്കും? നമ്മൾ ചെയ്യാൻ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുക, ബാക്കി കാര്യം എന്ത് ചെയ്യും? അള്ളാഹ് ഏറ്റെടുക്കും. ഇബ്രാഹിം നബിക്കുണ്ടായ സംശയമാണ്, പഠിച്ചാൽ ഞാൻ ഇവിടെ വിളിച്ചിട്ട് ഒരു മനുഷ്യൻ ഇവിടെ കേൾക്കാനില്ല, 4 ഭാഗത്തേക്ക് ഒച്ച വെച്ച് ഞാൻ പിന്നെ എന്തിനാ വിളിക്കുക? അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞത് വഅലൈനൽ ബലാ, ഈ വിളി ഞാൻ ആളുകളിലേക്ക് എത്തിക്കും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിളി ചില ഇതിലൊക്കെ കാണാം, ആ ശബ്ദം വലിയ ഇതിൽ 4 ഭാഗത്തേക്കും പോയി എന്നൊക്കെ തഫ്സീറുള്ള ചില വാചകങ്ങളാണ്, ഹദീസിലൊന്നും ആവശ്യങ്ങൾ വന്നിട്ടില്ല. ഏതായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വിളി അവിടെ വിളിച്ചു. ലോകത്ത് ഹജ്ജിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് വിളിച്ചിട്ടുള്ളത്. യതൂക ബിൽ ഹജ്ജ്, പിന്നെ വദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പ്രവാചകന്റെ ശബ്ദം അധികം പൊന്തിയിട്ടില്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? ഉറക്കെ പറയും. അത് ഹദീസിലുള്ള പിന്നെ മുബല്ലിഗിന്റെ നിസ്കാരത്തിൽ പിന്നെ നബിന്റെ കാലത്തിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യണം. നമ്മളുടെ ആവശ്യമില്ല അത്ര വലിയ പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ പെട്ടെന്ന് മൈക്ക് ഇപ്പൊ ബാക്കിൽ സ്ത്രീകളുണ്ട്, പെട്ടെന്ന് മൈക്ക് ഓഫായി കറണ്ട് പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ബാക്കിലെ ആളിനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് പിന്നെ ഉറക്കെ പറഞ്ഞതിന് കുഴപ്പമില്ല, തോന്നാളുണ്ടെങ്കിൽ അത് ഇന്നും ജായിസ് തന്നെയാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഈ കാബാലയത്തിന്റെ അടുത്ത് നിന്ന് പിന്നെ ഹജ്ജിന് വേണ്ടി വിളിച്ചത്. ഈ ഹജ്ജിന് ആളുകൾ വിളി കേട്ടിട്ടാണ് യഅ്തൂക റിജാലൻ. ഇനി കാബാലയത്തിലേക്ക് ആളുകൾ ഹജ്ജിന് വേണ്ടി വരും. എങ്ങനെ വരും? യഅ്തൂക അവർത്തനിലേക്ക് വരും. റിജാലൻ എന്ന് പറഞ്ഞാൽ റാജിലിന്റെ ജമ്മാണ്. റാജിൽ എന്ന് പറഞ്ഞാൽ നടന്നു വരിക. അപ്പൊ ഹജ്ജിന് ആളുകൾ നടന്നു വരും. എങ്ങനെ ആളുകൾ നടന്നു വരാം? ഇപ്പൊ നമ്മുടെ അടുത്ത് ചില ആൾക്കാർ നടന്നു വരുന്നുണ്ട്. ആ നടത്തുമൊക്കെ അല്ല നമ്മുടെ ഉദ്ദേശം, മനസ്സിലായില്ലേ? യൂട്യൂബ് ഇങ്ങനെ ക്യാമറയും പിടിച്ചാണ് നടന്നോണ്ട് ആ നടന്നു പോലല്ല അവിടെ ഉദ്ദേശം. ഇങ്ങോട്ട് ഇങ്ങനെ വരുമാനം ഉണ്ടാക്കി ഇങ്ങോട്ട് 10 ഹജ്ജ് ചെയ്യാനുള്ള കൂലി പൈസ ഉണ്ടാക്കിക്കാണ്ട് യൂട്യൂബ് ചാനൽ നടത്തണം, ആ നടത്തല്ല അവിടെ ഉദ്ദേശം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിച്ചു. ഇപ്പൊ ഞമ്മക്കൊക്കെ ചില ആൾക്കാർ പറയല്ലോ ഇപ്രാവശ്യം ഹജ്ജിന് അത് വിളി കിട്ടിയില്ല അറിയും. ചില ആൾക്കാരെങ്ങനെ പറയാം, കാരണന്മാര് ഇവർക്ക് വിളി കിട്ടിയില്ല. അതായത് ഇപ്പൊ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നത്, ഹജ്ജ് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഇബാദത്താണ്. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹജ്ജ് ചെയ്യാൻ ആവശ്യമായത് എന്തുള്ളു വെച്ചാൽ, ഒരാൾക്ക് കടങ്ങൾ, വലിയ വീട്ടാവിടാത്ത കടങ്ങളില്ലാതിരിക്കുക. രണ്ടാമത് അയാൾക്ക് ഹജ്ജ് പോയി ചെയ്തു വരാനുള്ള സമ്പത്ത് അയാളുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ അയാൾക്ക് ഹജ്ജ് പോയി ചെയ്തു വരാനുള്ള സമ്പത്ത് അയാൾക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ, അയാൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. എനിക്ക് 2 കുട്ടികളെ കെട്ടിച്ചാണ്ട് 3 കുട്ടികൾ പെണ്ണിട്ടാണ്ട് ഇതൊന്നും ഹജ്ജിന് തടസ്സമല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പം എന്താ വെച്ചാൽ ഇതിൻ്റെ എല്ലാ കുട്ടികളും കെട്ടിച്ചണം, ഇതിൻ്റെ എല്ലാ ഇടപാടും തീരണം. അതൊക്കെ ഇബ്ലീസ് കൊടുത്ത മസാലയാണ് ഹജ്ജ് തടയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ ഫൽയുഅജ്ജിൽ. ഹജ്ജ് ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ വേഗത്തിൽ ചെയ്യട്ടെ. കാരണം വെച്ചാൽ അടുത്ത വർഷം അവന് സമ്പത്തിന് പ്രയാസം വരാം, ആരോഗ്യത്തിന് പ്രയാസം വരാം, മനസ്സ് മാറാം, ഒക്കെ ഉണ്ടാകുള്ളൂ. ഹജ്ജ് ചെയ്യാൻ എന്താ നിർബന്ധം? മനുഷ്യത്തെ ആര്യ ശരീരം പണ്ഡിതന്മാർ പറഞ്ഞാൽ ഒന്ന് അത് ആരോഗ്യത്തോട് ചെയ്യാനുള്ള അവസരം. ഇപ്പൊ നമ്മുടെ അടുത്ത് ഹജ്ജ് പോകുന്ന ആളുകൾ ലിസ്റ്റിംഗ് എടുത്ത് നോക്കി, ഒരു 90%, ഇപ്പോൾ കൊച്ചിയിൽ മാറ്റം വന്നു, ഒരു 90% 60 വയസ്സ് കഴിഞ്ഞവരേക്കാരാണ്. അതായത് പണ്ടൊക്കെ ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന പറഞ്ഞാൽ പിന്നെ കഫം പൊടിയും കൊണ്ടാ പോലെ എന്ന് പറഞ്ഞാൽ അവിടെ ഹജ്ജ് ചെയ്ത് കണ്ട് അവിടെ തന്നെ മരിച്ചുകൊണ്ട് നേരെ സ്വർഗത്തേക്കാണ് പോകാന്നുള്ള നിയത്തിലാ പോലെ. നിയത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഹജ്ജ് ഏത് ഇബാദത്താണെങ്കിലും അവനവന് ആഫിയത്ത് ഉണ്ടാവുമ്പോ ചെയ്യുന്ന ആ ഒരു കാര്യം എപ്പോ ചെയ്യുമ്പോ ഉണ്ടാവില്ല, മറ്റൊരാളുടെ പരസഹായം കൊണ്ടുണ്ടാവും. ഇപ്പം കാലത്തേക്ക് ഒരു തവാഫ് വീൽ ചെയറിൽ ചെയ്യണതും നമ്മൾ നടന്നിരുന്ന വ്യത്യാസമില്ലേ? നമ്മുടെ ഭക്തിയിൽ തന്നെ വ്യത്യാസമുണ്ടോ?
ആ കാബന്റെ ചുറ്റും നമ്മളൊക്കെ ഓരോ കാല് വെച്ച് പ്രാർത്ഥിച്ച് നടക്കുന്നതും വേറൊരാൾ നമ്മളിങ്ങനെ ഉന്തിക്കൊണ്ട് തവാഫ് ചെയ്യണം നമ്മൾ എത്രയോ വ്യത്യാസമുണ്ട്. രണ്ട് തവാഫ് കൂടുന്നല്ലാതെ, പക്ഷെ ആ ഭക്തി നമുക്ക് കിട്ടുന്ന എപ്പോഴാണ് നമ്മൾ സ്വയം ചെയ്യുമ്പോഴാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് മിനായിൽ നിൽക്കുന്നതും അഥവാ അറഫയിൽ നിൽക്കുന്നതും ഒക്കെ നമ്മുടെ ആ പൂർണ്ണ ആരോഗ്യത്തോടെ. അപ്പൊ നമ്മൾ പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന വെച്ചാൽ നല്ലോണം സ്വർണ്ണൊക്കെ ഉണ്ടെങ്കിൽ കെട്ടിപ്പൂട്ടി വെക്കാതെ എന്ത് ചെയ്യുക, അടുത്ത കൊല്ലം ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ 2-3 പവനൊക്കെ ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്ത് പോരാ. ഇപ്പൊ കിട്ടിയ ചാൻസാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയ തൗഫീഖാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ വിളിച്ച അള്ളാഹുവിന്റെ വിളി കേൾക്കാനുള്ള ഭാഗ്യം എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇപ്പൊ അതിനിപ്പോ എന്താ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മഹറമിന്റെ ഒക്കെ വിഷയങ്ങൾ വരും. എന്നിരുന്നാലും ഹജ്ജിന്റെ തെറ്റിദ്ധാരണ മാറ്റണം. ഇനി എല്ലാ കുട്ടികളും കെട്ടിച്ചിട്ട് എല്ലാ ഇടപാടും തീർത്തിട്ട് ഹജ്ജ് ചെയ്യാന്ന് പറയുമ്പം അതല്ല ഇസ്ലാമിന്റെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യന് അയാൾ മക്കയിൽ പോയി വരാനുള്ള സമ്പത്ത് അയാളുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്, അയാൾക്ക് എന്തുണ്ട്, ആരോഗ്യമുണ്ട് എങ്കിൽ അതാണായിരുന്നാലും പെണ്ണായിരുന്നാലും ഹജ്ജ് നിർബന്ധം. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടെ പോകാനും മഹറം കൂടി അവർക്ക് ആവശ്യമുണ്ട്. മഹറമില്ലാതൊക്കെ ഇപ്പൊ ഹജ്ജിന് പോകാം, പക്ഷെ ഇസ്ലാമിലതില്ല. ഇസ്ലാമിൽ മഹറം നിർബന്ധമായിട്ടും വേണം. അപ്പോ അത് സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഏതുക റിജാലൻ, ആ ഹജ്ജിലേക്ക് ആളുകൾ നടന്നു വരും. വാലക്കുല്ലി ളാമിരിൻ, അതേപോലെ തന്നെ മെലിഞ്ഞൊട്ടിയ ഒട്ടകത്തിന്റെ മേലും ആളുകൾ വരും. അത് ഹജ്ജിന് അന്ന് ആളുകൾ വന്നിരുന്ന രൂപമുള്ള പറയാൻ. ഈ വിളികൾ വിളിച്ചു കഴിഞ്ഞാൽ ആളുകൾ നടന്നു വരും. അതുപോലെ തന്നെ ഒട്ടകപ്പുറത്ത് വരും. യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ഫജ്ജ് എന്ന് പറഞ്ഞാൽ വഴി നടത്തും. അമീഖ് എന്ന ഉദ്ദേശം വിദൂരമായ സ്ഥലത്ത്. അപ്പോ അടുത്തുനിന്ന് നടന്നു വരാൻ കഴിയുന്ന ആളുകൾ അടുത്തുനിന്ന് നടന്നു വരും. ഇനി ദൂരത്തുനിന്ന് വരുന്ന ആളുകൾ ഒട്ടകപ്പുറത്തും വാഹനപ്പുറത്തും ഒക്കെ കയറിയിട്ട് എന്ത് ചെയ്യും, ആളുകൾ ഹജ്ജിലേക്ക് എത്തിക്കൊള്ളും. താങ്കൾ എന്ത് ചെയ്താൽ മതി, ഹജ്ജിന് വേണ്ടി വിളിച്ചാൽ മതി. അപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നടന്ന ഹജ്ജിന് പോകാൻ ജായിസാണ്, പക്ഷെ അവിടെ അവന് നടന്നെത്താൻ കഴിയുന്ന പരിധിയിലായിരിക്കണം. അതുകൊണ്ടാണ് അവിടെ ആദ്യ റിജാൽ എന്ന് പറഞ്ഞത്. കാരണം അടുത്തുള്ള ആളുകൾ, നടന്നെത്താൻ കഴിയുന്ന പരിധിയിലുള്ള ആളുകളാണെങ്കിൽ. പിന്നുള്ളത് വാഹനപ്പുറത്ത് യാത്ര കയറി, അത് കപ്പലിലാണെങ്കിലും വിമാനത്തിലാണെങ്കിലും ഒക്കെ ഹജ്ജിന്റെ എത്തുക. അപ്പൊ ആ ഹജ്ജ് എന്ന് പറയുമ്പോൾ അതിന്റെ പവിത്രതയും അതുപോലെ തന്നെ മഹത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്നൊക്കെ ഇപ്പൊ ആളുകൾ എന്താ വെച്ചാല് പലപ്പോഴും ഹജ്ജിന്റെ ആ ഒരു പവിത്രതയും മഹത്വമൊന്നും പലപ്പോഴും പല ഇബാദത്തുകളും കാണിക്കാറില്ല. അതൊക്കെ എന്താ വെച്ചാൽ ഒരു ചടങ്ങായിട്ട് ഇങ്ങനെ പോകാന്നല്ല, ഒക്കെ യാന്ത്രികമാണല്ലോ. അല്ല, ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആളുകൾ ഏതായാലും ഉംറ ചെയ്യുമല്ലോ. കാരണം ഇവിടുന്ന് പോകുന്നവര് ഉംറ മാത്രം ചെയ്തു പറഞ്ഞാൽ ഹജ്ജിന്റെ സീസണിൽ പോകുന്നവര് പിന്നെ ഉംറ മാത്രം ചെയ്ത് പോരില്ലല്ലോ. ഹജ്ജ് ഇപ്പൊ ദുൽഹിജ്ജ 8 തുടങ്ങി 13 അവസാനിക്കുന്ന സമയമല്ലോ ഹജ്ജുള്ളൂ. അല്ലാത്ത ഹജ്ജിന്റെ സമയത്ത് പോയി ഉംറ കിട്ടും. അല്ല, ഹജ്ജിന്റെയും ഉംറയുടെയും ചെലവ് വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പൊ ഉംറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ 70,000 ഉണ്ടായാൽ ഒരാൾക്ക് ഉംറ ചെയ്ത് പോരാ. പക്ഷെ ഹജ്ജിന് ചുരുങ്ങി 4 ലക്ഷം 5 ലക്ഷം വേണ്ടേ. സാമ്പത്തികവും പിന്നെ അതിന് ആരോഗ്യ പ്രശ്നമുണ്ട്, ദിവസങ്ങളൊക്കെ കൂടുതലുണ്ടാവും. പിന്നെ ഉംറയും ഇതുപോലെ ചില പണ്ഡിതന്മാര് നിർബന്ധമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾക്ക് സമ്പത്തുണ്ട്, എന്നിട്ട് അയാൾ ഉംറ ചെയ്യുന്നില്ലെങ്കിൽ അയാൾ തെറ്റുകാരൻ വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, ഹജ്ജും ഉംറയും അള്ളാഹ്ക്ക് വേണ്ടി പൂർത്തീകരിക്കണം. അതൊക്കെ നമുക്കറിയില്ല, നമ്മളതിന്റെ ഇതില്ല. എന്നാലും ഹജ്ജിന് ആളുകൾക്ക് ചൂഷണോപാധിയാക്കാൻ പാടില്ല. ഹജ്ജും ഉംറയും ഒരു കച്ചവടമാക്കാൻ, ചൂഷണോപാധിയാക്കാൻ പാടില്ല. അത്ര നമുക്കിനി പറയാൻ പറ്റുള്ളൂ. അതുപോൽക്ക് ആണ് അതിന്റെ വിശദാംശങ്ങൾ അറിയുള്ളൂ. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു കുറച്ചൊരു ലാഭം എടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. കാരണം അവർക്കിത് മെനക്കെടുണ്ടല്ലോ. പേപ്പർ ശരിയാക്കലും വാഹനങ്ങളും റൂമും കാര്യങ്ങളൊക്കെ ഒരുപാട് അധ്വാനങ്ങൾ ഇതിന്റെ ബാക്കിലുണ്ട്. അതിനാവശ്യമായിട്ടുള്ള മാന്യമായ തുക ലാഭം എടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഹജ്ജിൽ ഒരു ഹാജിമാരെ ചൂഷണം ചെയ്ത് പിന്നെ ഇപ്പൊ അവിടെ നമ്മളിപ്പെടുന്ന നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫാത്തി ഓതിയാൽ 500 അവിടുന്ന് ഹാജിമാരത്തുനിന്ന് കൊടുക്കുക. പിന്നെ ഇവിടുന്ന് കാബിന്റെ അടുത്തുനിന്ന് കേക്കോടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ, പടിഞ്ഞാട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഒക്കെ. ഞാനൊക്കെ ഉംറക്ക് പോകുമ്പോൾ പലപ്പോഴും പെണ്ണുങ്ങളെ സാധുക്കളായിരിക്കും, ഒരു ഇങ്ങനെ നടക്കല.
മൂല്യാരെ തൊള്ളിന് എന്താ അത് ആമീൻ പറയാന്. മനസ്സിലല്ലേ? കണ്ട. അതായത് പിന്നെ ഇപ്പൊ ഞാൻ നാളെ പിന്നെ സഫേന്റെ അടുത്ത് നിൽക്കുമ്പം ഒരു പെണ്ണിനോട് വെച്ച് മോനെ എവിടെ സഫാന്ന്, നിൽക്കുന്ന സഫയിലാണ്. അപ്പൊ ആളുകൾക്കൊന്നും അറിയില്ല. ഇത് ഇവിടുന്ന് പൈസ ഉണ്ടായിട്ടാണ് പോവാണ് മുല്യമാര് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ തെറ്റെന്ത് ചെയ്യാ പലപ്പോഴും എന്താ വെച്ചാൽ സ്വന്തം ഇബാദത്തുകൾ ചെയ്യാൻ പോലുമുള്ള വിജ്ഞാനം ഇല്ല. അത് നമ്മൾ ശരിക്കും ഒരു ഇബാദത്ത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഹജ്ജും നമ്മൾ ശരിക്കും പഠിച്ചിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ അവിടെ പോയി പൈസയും കൂടി വെറുതെ അങ്ങോട്ട് പോണ അവസ്ഥ ഉണ്ടാകും. നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. എല്ലാരും കേട്ടു എന്നല്ല. അതായത് ഇപ്പൊ പിന്നെ ആ വിളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യാ അയ്യുഹന്നാസ് ഫഹജ്ജു മൻ അറാദൽ ഹജ്ജ ഫൽഅജ്ജിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ച വിളി ഇബ്രാഹിം നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പുള്ള ആളുകൾക്ക് എന്ത് ചെയ്തു? കേട്ടവരെ ഹജ്ജ് ചെയ്തു. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്ത് ചെയ്തു? ഒരു വിളി വിളിച്ചു. അവിടെ എന്ന് പറഞ്ഞാൽ യാ അയ്യുഹന്നാസ് ഹജ്ജു, ജനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഹിജ്റ 8ാമത്തെ വർഷത്തിലാണ്. എത്ര 8ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ മക്കം 10 ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഹിജ്റ 9ാമത്തെ വർഷം ആരെ പറഞ്ഞയച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ആളുകൾ പറഞ്ഞയച്ചു. അതിന് അന്ന് നബി പോകാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് ഒരു പതിവുണ്ടായിരുന്നു. അവര് ഹജ്ജ് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ വർഷത്തെ ഹജ്ജ് മുഹറത്തിലാണെങ്കിൽ അടുത്ത വർഷത്തെ ഹജ്ജ് പിന്നെ സഫറിലായിരിക്കും. അങ്ങനെ മാറി വന്നപ്പോൾ ഹിജ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറഞ്ഞയച്ച വർഷം ദുൽഖഅദയിലായിരുന്നു ഹജ്ജ് വന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തില്ല. അടുത്ത വർഷം എപ്പോഴാണ് വരിക? ദുൽഹജ്ജിൽ. അപ്പൊ യഥാർത്ഥത്തിൽ ശരീഅത്തിൽ ഹജ്ജ് എപ്പോഴാണ് അത് നിശ്ചയിച്ചത്? ദുൽഹജ്ജിൽ. അപ്പൊ കാരണം നബിന്റെ ഹജ്ജാണല്ലോ പിന്നെ ലോകാവസാനം വരെയുള്ള ഹജ്ജ്. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ദുൽഹജ്ജിലാകാനും കൂടി വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഹിജ്റ 9 ഹജ്ജ് ചെയ്യാതെ ഹിജ്റ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യുകയും ഹിജ്റ 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത്. അപ്പൊ അന്ന് മക്കം 10 ഉണ്ടായ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെ നിങ്ങൾ ഹജ്ജിന് വരണം. അപ്പൊ ആ വിളിയാണ് നമ്മൾ കേൾക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആവർത്തിക്കുകയും ആവർത്തിച്ചത് നമ്മൾ പ്രമാണങ്ങളിലൂടെ കേൾക്കുകയും ചെയ്തു. എങ്ങനെ? അതിപ്പോ എന്താ വെച്ചാല് ആ കേൾക്കുന്നത് തൗഫീഖാണ്. അങ്ങനെ പറയാൻ കഴിയില്ല. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ചെയ്തു ഒക്കെ കഴിയെങ്കിൽ ചെയ്യണം. പക്ഷെ ഹജ്ജിൽ ചില നിബന്ധനകളുണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ മനുഷ്യത്തെ അലൈഹി സബീല. പിന്നെ കഴിവുണ്ടായിട്ട് മാത്രം അത് സാമ്പത്തികമായിട്ട് അത് അയാളാണ് തീരുമാനിക്കേണ്ടത്. ചില സംഗതികളൊക്കെ നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം. അതിപ്പോ എനിക്ക് ഉംറ ചെയ്യാൻ കഴിവുണ്ട്, അപ്പോൾ അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യാനും കഴിവുണ്ടെങ്കിൽ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ കഴിവുണ്ടെങ്കിൽ അതൊക്കെ ഹജ്ജ് നിർബന്ധമാണ്. അപ്പൊ അവനാണ് ഹജ്ജ് നിർബന്ധമാണെന്നുള്ളത് അവനാണ് ചിന്തിക്കേണ്ടത്. അത് വേറൊരാൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവന്റെ സാമ്പത്തിക സ്ഥിതിയും അവന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ അവനാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാണോ, അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും പടച്ചോനെ നിന്റെ കാബാലയത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ എനിക്ക് നീ ഒരു തൗഫീക്ക് തരണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി പടച്ചോണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹ് സ്വീകരിച്ചിരിക്കും ഇൻഷാ അല്ലാഹ്. നമ്മൾ എന്ത് ചെയ്യണം? അത് തഹജ്ജുദിന്റെ സന്ദർഭങ്ങളിലും പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിലും അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മുടെ മനസ്സ് തുറന്ന് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അന്ന് എന്ത് ചെയ്യും? അതിന് അവസരം അത് ഉണ്ടാക്കി തരും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്ന് നമുക്ക് ആവശ്യമായ സമ്പത്തും അതിന്റെ സാഹചര്യങ്ങളും അതിന്റെ അനുകൂലമായ ഘടകങ്ങളൊക്കെ അപ്പൊ അത് തരും. അതിന് നമുക്ക് എന്താണ് ആദ്യം ഉണ്ടാണെന്ന് വെച്ചാൽ എനിക്കൊരു ഹജ്ജ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ അതാണ് മിൻകുല്ലി ഫജ്ജിൻ അമീഖ്. അപ്പൊ ഹജ്ജിന് ആളുകൾ നടന്നു വരും, അതുപോലെ തന്നെ പിന്നെ വാഹനപ്പുറത്ത് കയറി വരും, അതേപോലെ തന്നെ പിന്നെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിലേക്ക് എത്തുന്ന അവസരം ഉണ്ടാകും. അപ്പൊ അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ വിളി കേട്ടുകൊണ്ട്, അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന ഘട്ടത്തിൽ പോലും അവിടുത്തെ മക്കത്തെ മുശ്രിക്കുകൾ ഹജ്ജുണ്ട്.
അതന്നെ മനസ്സത്തെ അലൈ സബീല എന്നാണ്. അതായത് ഹജ്ജ് അയാൾക്ക് പിന്നെ പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സമ്പത്തിന് പുറം മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമ്പത്തിനൊന്നും ആവശ്യമില്ലാണ്ട് പോയാൽ മതി. അത് കുഴപ്പമില്ല. ആൾക്ക് നിർബന്ധമായിട്ടുള്ള ഹജ്ജ് അതോട് വിടും. ഒരാൾ ഹജ്ജ് ചെയ്ത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ ആ നിർബന്ധമായ ഹജ്ജ് അതോട് വിടും. അത് ഹദിയ എന്ന് പറയാം. അത് മറ്റൊരാളെ ഹജ്ജ് ചെയ്യിപ്പിക്കുന്നതോട് എന്തുണ്ട്? ഇപ്പൊ മറ്റൊരാളെ നന്മ ചെയ്യാനുള്ള ഇപ്പൊ ഇഫ്താർ സായിം ഉണ്ടല്ലോ. അപ്പൊ നോമ്പ് തുറപ്പിക്കുന്നവൻ എന്തുണ്ട്? നോമ്പ് തോറ്റവന്റെ കൂലി ഉണ്ടല്ലോ. അതേപോലെ ഹജ്ജ് ചെയ്യിപ്പിച്ചവൻ എന്തുണ്ടാവും? ഹജ്ജ് ചെയ്തവന്റെ കൂലി ഉണ്ടാവും. അതിന് നമുക്ക് പ്രശ്നമില്ല. അപ്പൊ നമ്മള് പിന്നെ ഒരാൾ പറയണേ എനിക്ക് ഞാൻ ഹജ്ജ് ചെയ്താണ്, ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യണം, എന്നെ ഹജ്ജ് ചെയ്യാൻ ഞാൻ സഹായിച്ചോളാം എന്നാൽ പറഞ്ഞാൽ ആളെ സഹായം സ്വീകരിക്കണമെന്നില്ല. നമുക്ക് ശരീഅത്ത് പ്രകാരം കുഴപ്പമില്ലാന്ന് മാത്രമല്ല, അത് വലിയ സ്വതക്കയാണ്. ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്വതക്കയിൽ പെട്ട തന്നെയാണ് അത്. അപ്പൊ അതാണ്. ഇപ്പൊ ഹജ്ജിന്റെ കാര്യത്തിൽ വെച്ചാൽ പലരും ഇപ്പൊ കുറച്ചൊക്കെ നമ്മളെ യുവാക്കളൊക്കെ അൽഹംദുലില്ലാ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ വയസ്സായി കഴിഞ്ഞാൽ ഹജ്ജിനെ പറ്റി ചിന്തിക്കുന്നുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ മാറിയിട്ട് നമ്മൾ പറഞ്ഞത് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിനുള്ള മാർഗം തുറന്നു തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ പവർ അനുസരിച്ചിട്ടാണ് അള്ളാഹിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുക. മനസ്സിലല്ലേ? വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. ഇത് നമ്മൾ ശരിക്കും മനസ്സിൽ കൊത്തിച്ചാൽ മതി. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. ഇത് അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. ആ നമ്മ പ്രാർത്ഥിക്കണന്റെ ആ ഒരു ഇഖ്ലാസിന്റെ രൂക്കുണ്ടല്ലോ, ആ മനസ്സ് തുറന്നിട്ട് അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞാൽ ലോകത്ത് നടക്കാത്തൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. പക്ഷെ അത് നമ്മൾ പറയണം. നമുക്ക് ആ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഇഖ്ലാസും ഈമാനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീക്ക്